എല്ലാവർക്കും നമസ്കാരം. ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് ഹാജാസ് ക്ലാസ്സസിൻ്റെ മെം സീരീസിലെ മലയാളത്തിൻ്റെ ക്ലാസ്സുകളാണ്. അപ്പോൾ മലയാളം PSC പരീക്ഷയ്ക്ക് എത്രമാത്രം അത്യാവശ്യമായ ഒന്നാണെന്ന് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ചും പ്രിലിംസ് നേടുന്നതിന് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നിവയിലെ മാർക്ക് വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നന്നായി പാഠഭാഗങ്ങളെല്ലാം ഏതൊക്കെയാണ് നമ്മുടെ സിലബസിനകത്തുള്ള ഭാഗങ്ങളെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിലെ ഓരോന്നിനെയും, ഓരോ ഭാഗത്തെയും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിനെയും വിശദമായി പഠിച്ചുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് നേടാവുന്ന ഒരു മാർഗമാണ് നമ്മൾ ഈ മെം സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടും പിന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടിയും ഇത്രയും മാർക്ക് മലയാളം, മാത്സ്, ഇംഗ്ലീഷ് എന്നീ 3 സബ്ജക്റ്റിലെയും മാർക്ക് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതാൻ ഉതകുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് നാം ഈ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എൻ്റെ പേര് ഗീതു. നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് വാക്യശുദ്ധി എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ വാക്യശുദ്ധിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വാക്യവിഭാഗം എന്താണ് എന്നൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വാക്യവിഭാഗം എന്താണ്? പൂർണ്ണമായും ആശയം നൽകുന്ന പദസമൂഹമാണ് വാക്യം. എന്താണ്? പൂർണ്ണമായും ആശയം നൽകുന്ന പദസമൂഹത്തെയാണ് നാം എന്തെന്ന് പറയുക? നോക്കൂ, പൂർണ്ണമായും ആശയം നൽകുന്ന പദസമൂഹത്തെയാണ് നാം വാക്യം എന്ന് പറയുക. ഒരു വാക്യത്തിൽ 2 ഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ഏതൊക്കെയാണ് ആ 2 ഭാഗങ്ങൾ? ഒന്ന് ആഖ്യ, മറ്റൊന്ന് ആഖ്യാതം. അപ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന് പറയുകയാണ്. സൂര്യൻ ഉദിച്ചു എന്നൊരു സെന്റൻസ് നമ്മൾ പഠിക്കുകയാണെന്ന് കരുതുക. സൂര്യൻ ഉദിച്ചു. ഇവിടെ നാം ആരെക്കുറിച്ചാണ് പറയുക? സൂര്യനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുക, അല്ലേ? നമ്മൾ പറഞ്ഞിരിക്കുന്നത് സൂര്യനെ കുറിച്ചാണ്. അപ്പോൾ ആരെക്കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് ഇതിനെ നാം എന്തെന്ന് വിളിക്കുന്നു? ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ആഖ്യ. എന്താണ്? ആരെ അല്ലെങ്കിൽ എന്തിനെ, ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ നമ്മൾ പ്രസ്താവിക്കുക അതിനെ എന്തെന്ന് പറയാം? ആഖ്യ എന്ന് പറയുക. ഇനി ആഖ്യയെ കുറിച്ച് നാം എന്തു പറയുന്നുവോ അതിനെ നമുക്ക് ആഖ്യാതം എന്ന് വിളിക്കാം. സൂര്യൻ ഉദിച്ചു. അപ്പോൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അത് ആഖ്യ എന്ന് പറഞ്ഞു. ഇവിടുത്തെ ആഖ്യ ആരാണ്? സൂര്യനാണ്. സൂര്യനെ കുറിച്ച്, അതായത് ആഖ്യയെ കുറിച്ച് നാം എന്താണോ പറയുന്നത് അതിനെ എന്തെന്ന് വിളിക്കുന്നു? അതിനെ ആഖ്യാതം എന്ന് വിളിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ആഖ്യാതം. ഇവിടുത്തെ ആഖ്യാതം ഏതാണ്? ഉദിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ആഖ്യാതം. ശരി, അടുത്തതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ ഈ ഭാഗത്ത് നിങ്ങൾ കാണുന്നത്. ഒന്ന് ശ്രദ്ധിക്കൂ. ആരെ അല്ലെങ്കിൽ എന്തിനെ, ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ച്, ഈ 2 വാക്കുകളും ശ്രദ്ധിക്കുക. ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് പറയുന്നുവോ അതാണ് ആഖ്യ. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പൂവ് വിടരുന്നു എന്നുള്ളൊരു ഉദാഹരണം ഞാനിവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ വാക്യത്തിൽ പൂവിനെ കുറിച്ചാണ് പറയുക. ഈ വാക്യത്തിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുക? പൂവ് വിടരുന്നു, അല്ലേ? അപ്പോൾ പൂവിന് സംഭവിച്ച ഒരു കാര്യം അല്ലെങ്കിൽ പൂവിന് നടക്കുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ പൂവിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസത്തെ കുറിച്ചാണ് നാം ഇവിടെ പറഞ്ഞിരിക്കുക. അപ്പോൾ പൂവ് എന്ത് ചെയ്യുന്നു എന്നാണ്? പൂവ് വിടരുന്നു. ആരാ വിടർന്നത്? പൂവാണ് വിടർന്നത്. അപ്പോൾ ആരാ വിടർന്നെന്ന് പറഞ്ഞു? പൂവ്. ആരെ അല്ലെങ്കിൽ എന്തിനെ, എന്ത് വിടർന്നു? പൂവ് വിടർന്നു. ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു? ആഖ്യ എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഇവിടെ പൂവാണ് എന്ത്? ഇവിടെ പൂവ് എന്നുള്ളത് എന്തായിട്ട് വരും? ആഖ്യയായിട്ട് വരും. ഇനി പൂവിന് എന്താണ് സംഭവിച്ചത്? പൂവ് വിടരുന്നു, അല്ലെങ്കിൽ പൂവ് കൊഴിയുന്നു, അല്ലെങ്കിൽ പൂവ് കൂമ്പുന്നു. പൂവിന് എന്തോ ഒന്ന് അവിടെ സംഭവിച്ചു. അപ്പോൾ പൂവിന് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നതിനെയാണ് നാം ഇവിടെ എന്തായിട്ട് കരുതുക? അതിനെ നാം ആഖ്യാതം എന്ന് പറയുന്നു. പൂവിനെ കുറിച്ച് എന്താണോ പറഞ്ഞിരിക്കുന്നത്, പൂവ് വിടരുന്നു, അല്ലെങ്കിൽ പൂവ് കൊഴിയുന്നു, അല്ലെങ്കിൽ പൂവ് എന്ത് ചെയ്യുന്നു? പൂവ് കൂമ്പിപ്പോകുന്നു, അങ്ങനെയുള്ള അവസ്ഥകളെ കുറിച്ച് പറയുന്നു. പൂവിനെ കുറിച്ച് എന്ത് പറയുന്നുവോ അതാണ് ഇവിടുത്തെ ആഖ്യാതം.
അതായത് പൂവാണ് ഇവിടുത്തെ ആഖ്യ എന്ന് പറഞ്ഞു. ഈ ആഖ്യയെക്കുറിച്ച് എന്ത് പറയുന്നുവോ അതാണ് ആഖ്യാതം. ഇവിടുത്തെ ആഖ്യാതം എന്താണപ്പോ? എല്ലാവർക്കും അറിയാം അല്ലേ? വിടരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ആഖ്യാതം. നോക്കൂ, പൂവ് വിടരുന്നു എന്ന വാക്യത്തിൽ പൂവിനെ കുറിച്ച് പറയുന്നത് വിടരുന്നു എന്നാണ് അല്ലേ? പൂവ് വിടരുന്നു എന്നാണ്. അതിനാൽ ഇവിടെ വിടരുന്നു എന്നുള്ളത് ആഖ്യാതം. ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഒരു വാക്യത്തിന് 2 ഭാഗങ്ങളുണ്ട് എന്ന് നാം പറഞ്ഞു. ഏതൊക്കെയാണ്? ആഖ്യയും ആഖ്യാതവും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നിലവിൽ നമ്മുടെ മുന്നിലുള്ള ഈ ഉദാഹരണം വെച്ച് തന്നെ അത് നമുക്ക് പഠിച്ചു പോകാം. ഒരു സെന്റൻസിന് അല്ലെങ്കിൽ ഒരു വാക്യത്തിന് 2 ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഏതൊക്കെയാണ്? ആഖ്യയും ആഖ്യാതവുമാണ് ആ 2 ഭാഗങ്ങൾ. ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ നാം എന്തെന്ന് വിളിക്കുന്നു? ആഖ്യ എന്ന് വിളിക്കുന്നു. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ആഖ്യയെ കുറിച്ച് എന്താണോ പറയുന്നത്, ആഖ്യയ്ക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ആഖ്യ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആഖ്യയിൽ എന്ത് നടന്നു, ആഖ്യയെ കുറിച്ച് പറയുന്ന ഭാഗത്തെ നാം ആഖ്യാതം എന്ന് പറയുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണം പൂവ് വിടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൂവ് വിടരുന്നു എന്നുള്ള സെന്റൻസിൽ അല്ലെങ്കിൽ ആ വാക്യത്തിൽ പൂവ് എന്നുള്ളത് ആഖ്യ. അപ്പോൾ ആരെക്കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് അത് ആഖ്യ. ഇനി ആഖ്യയെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു? പൂവ് വിടരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിടരുന്നു എന്നുള്ള ഭാഗം ഇവിടെ ആഖ്യാതമായിട്ട് വരുന്നു. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി ഇത് മറന്നു പോകില്ലല്ലോ. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ശരി, അടുത്തത് നോക്കാം. വാക്യങ്ങളുടെ രൂപമനുസരിച്ച് അവയെ 2ആയിട്ട് തിരിക്കാം. നാം വാക്യശുദ്ധി പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് നുറുങ്ങ് കാര്യങ്ങളുണ്ട്. ആ നുറുങ്ങുകളിൽ ഒരു ചെറിയ നുറുങ്ങുകളിൽ ഒരെണ്ണമാണ് ഞാനിപ്പോൾ പറയുന്നത്. നോക്കൂ, വാക്യങ്ങളുടെ രൂപമനുസരിച്ച് അവയെ 2ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? അങ്കിവാക്യമെന്നും അംഗവാക്യമെന്നും 2ആയിട്ട് തിരിക്കാം. എന്താണ് അങ്കിവാക്യം എന്ന് നിങ്ങൾ നോക്കിക്കോണേ. ഞാനിപ്പോൾ എഴുതാമേ. അങ്കിവാക്യം എന്ന് പറഞ്ഞാൽ അതിന് ചെറിയൊരു ഡെഫിനിഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇനിയും മുന്നോട്ടുള്ള പഠനങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. നോക്കോളൂ. അങ്കിവാക്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യം. കേട്ടോ, സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യമാണ് ഏത്? അങ്കിവാക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അങ്കിവാക്യത്തെ നാം പ്രധാന വാക്യം എന്നും പറയാറുണ്ട് കേട്ടോ. സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യം എന്നുള്ളതാണ് ഇതിന്റെ ഡെഫിനിഷൻ. അങ്കിവാക്യത്തിന്റെ മറ്റൊരു പേര് പ്രധാന വാക്യം എന്നുള്ളതാണ്. ഇനി എന്താണ് അംഗവാക്യം എന്നുകൂടി നോക്കാം. എന്താണ് അംഗവാക്യം? അംഗവാക്യം എന്ന് പറഞ്ഞാൽ അങ്കിവാക്യത്തെ ആശ്രയിച്ചു നിൽക്കുന്ന അപ്രധാന വാക്യമാണ് അംഗവാക്യം. കേട്ടോ, അങ്കിവാക്യത്തെ ആശ്രയിച്ചു നിൽക്കുന്ന അപ്രധാന വാക്യമെന്ന് ഓർക്കുക. അപ്പോൾ വാക്യങ്ങളെ നമുക്ക് രൂപമനുസരിച്ച് 2ആയി തിരിക്കാമെന്ന് പറഞ്ഞു. അങ്കിവാക്യവും അംഗവാക്യവും. അങ്കിവാക്യം എന്നാൽ സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യമാണ്. അംഗവാക്യം എന്നാൽ അങ്കിവാക്യത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു അപ്രധാന വാക്യമാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. മീനാക്ഷി വീട്ടിൽ വരുമെങ്കിൽ പ്രിയ കൂടി പോകണം. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു സെന്റൻസ് തന്നിരിക്കുകയാണ്. മീനാക്ഷി വീട്ടിൽ വരുമെങ്കിൽ പ്രിയ കൂടി പോകണം എന്ന്. ശരി, അപ്പോൾ ഇങ്ങനെ ഒരു സെന്റൻസ് തന്നിരിക്കുന്നതിൽ ഏതാണ് അങ്കിവാക്യം ഏതാണ് അംഗവാക്യം എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു, സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യമാണ് അങ്കിവാക്യം. ഇവിടെ ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ പ്രാധാന്യം എന്തിനാണ്? മീനാക്ഷി വീട്ടിലേക്ക് വരുന്നതിനാണ്. ഓക്കെ, മീനാക്ഷി വീട്ടിലേക്ക് വന്നാൽ മാത്രം ആര് കൂടെ പോയാൽ മതി? പ്രിയ കൂടി പോയാൽ മതി. അപ്പോൾ ഇവിടുത്തെ പ്രധാനം ഇവിടെ എന്തിനാണ് സ്ട്രെസ് കൊടുത്തേക്കുക? മീനാക്ഷി വീട്ടിൽ വരുന്നു എന്നുള്ളതിനാണ് ഊന്നൽ കൊടുത്തിരിക്കുക. അപ്പോൾ മീനാക്ഷി വീട്ടിൽ വരുമെങ്കിൽ എന്നുള്ളതാണ്. ശരി, നോക്കിക്കോളൂ, ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മീനാക്ഷി വീട്ടിൽ വരുമെങ്കിൽ പ്രിയ കൂടി പോകണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ
പ്രാധാന്യം എന്തിനാണ്? മീനാക്ഷി വീട്ടിൽ വരുന്നതിനാണ് ഇവിടെ പ്രാധാന്യം ഉള്ളതല്ലേ. അപ്പോൾ മീനാക്ഷി വീട്ടിലേക്ക് വരുന്നെങ്കിലാണ് പ്രിയ കൂടി പോകാനുള്ളത്. അപ്പോൾ മീനാക്ഷി വീട്ടിൽ വരുന്നു എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാക്യം. ആ പ്രധാനപ്പെട്ട വാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇവിടുത്തെ അങ്കിവാക്യം. അപ്പോൾ മീനാക്ഷി വീട്ടിൽ വരുന്നതാണ് ഈ സെന്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെ അതാണ് പ്രധാന വാക്യം. പ്രധാന വാക്യമാണ് ഒരു വാക്യത്തിലെ അങ്കിവാക്യം എന്ന് നമുക്കറിയാം. ഇനി ഈ അങ്കിവാക്യത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന വാക്യമാണ് പ്രിയ കൂടി പോകണം എന്നുള്ളത്. അപ്പോൾ ഇതിനെ ആശ്രയിച്ച്, അങ്കിവാക്യത്തെ ആശ്രയിച്ച് നിൽക്കുന്ന സെന്റൻസ് ഏതാണിതിൽ? പ്രിയ കൂടി പോകണം എന്നുള്ളതാണ്. മീനാക്ഷി വീട്ടിൽ വരിക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വസ്തുത. മീനാക്ഷി വരികയാണെങ്കിൽ മാത്രം പ്രിയ കൂടി പോയാൽ മതി എന്നുള്ളത് ഇവിടുത്തെ അപ്രധാനമായ വസ്തുതയാണ്. അപ്പോൾ അപ്രധാനമായ വസ്തുത എവിടെയാ വരുന്നത്? അങ്കവാക്യത്തിലാണ് അപ്രധാന വാക്യം വരിക. അപ്പോൾ അങ്കവാക്യത്തിലാണ് അപ്രധാനമായിട്ടുള്ള വസ്തുത അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വരിക. അപ്പോൾ അതിനെ നമുക്ക് അങ്കവാക്യമായിട്ട് കാണാം. അങ്കിവാക്യത്തെ ആശ്രയിച്ചു നിൽക്കുന്ന അപ്രധാന വാക്യം ഇവിടെ പ്രിയ കൂടി പോകണം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനി നാം വാക്യശുദ്ധിയിലേക്ക് കടക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട തെറ്റുകളെ കണ്ടുപിടിക്കാനുള്ള ചില മാർഗങ്ങൾ, തെറ്റുകൾ ഏതൊക്കെ തരത്തിൽ വന്നു പോകാം എന്നുള്ളത് പറയുകയാണ് ഇനിയുള്ള ഭാഗത്തിൽ. അപ്പോൾ നമ്മൾ ഒരു കാര്യം നാം ശരിയായിട്ട് ചെയ്യണമെങ്കിൽ അതിൽ എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് ഉള്ളത് എന്ന് കണ്ടുപിടിച്ച് അതിനെ തിരുത്തുകയാണ് വേണ്ടതല്ലേ. അപ്പോൾ അത് തന്നെയാണ് നാം വാക്യശുദ്ധിയിലും ചെയ്യുന്നത്. എന്തൊക്കെ തെറ്റുകളാണ് വാക്യശുദ്ധിയിൽ? ഇപ്പോൾ വാക്യശുദ്ധി എങ്ങനെയാ വരേണ്ടുന്നത്? ശുദ്ധിയായിട്ട് എങ്ങനെയാ വരേണ്ടുന്നത്? തെറ്റുകൾ ഇല്ലാതെ വന്നാലേ ശുദ്ധമായ വാക്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, നിർമ്മിച്ചെടുക്കാൻ അല്ലെ എഴുതിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ തെറ്റുകളില്ലാത്ത ഒരു വാക്യത്തെ നിർമ്മിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം? എവിടെയൊക്കെ തെറ്റുകൾ വന്നു പോകാം, ഏതെല്ലാം മാർഗങ്ങളിലൂടെ, ഏതെല്ലാം പ്രയോഗങ്ങളിലൂടെ, ഏതെല്ലാം പദങ്ങളുടെ ആവർത്തനത്തിലൂടെയാണ് ഒരു വാക്യം തെറ്റിപ്പോകാനിടയുള്ളത് എന്ന് നാം ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാം ആദ്യം തന്നെ ആ തെറ്റുകുറ്റങ്ങളെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ശരി, നോക്കൂ എങ്ങനെയൊക്കെ തെറ്റ് വരാം നോക്കാം. ശ്രദ്ധിക്കൂ. വാക്യങ്ങളിൽ വരാവുന്ന ശരിയും തെറ്റും എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രക്രമഭംഗം. എന്താണ്? പ്രക്രമഭംഗം എന്ന് പറയുന്നതാണ് ഒന്നാമത് വന്നു പോകാവുന്ന തെറ്റ്. എന്താണ് പ്രക്രമഭംഗം എന്ന് നോക്കാം. വാക്യത്തിലെ സ്വാഭാവിക പദക്രമമായ കർത്താവ്, കർമ്മം, ക്രിയ എന്നത് തെറ്റിക്കുന്നതാണ് പ്രക്രമഭംഗം. എന്താണ് പ്രക്രമഭംഗം എന്ന് പറഞ്ഞാൽ? ഒരു വാക്യം എഴുതുമ്പോൾ അതിൽ കർത്താവിൻ്റെയും കർമ്മത്തിൻ്റെയും ക്രിയയുടെയും സ്ഥാനങ്ങൾ മാറിപ്പോവുക. അങ്ങനെ വരുന്ന അവസ്ഥയെയാണ് നാം എന്തെന്ന് പറയുന്നത്? പ്രക്രമഭംഗം എന്ന് പറയുന്നത്. നോക്കൂ, അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കണേ. രോഗബാധിതയായ അവന്റെ മാതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒന്നുകൂടി ആ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. എന്താ അവിടുത്തെ പ്രശ്നം? രോഗബാധിതയായ അവന്റെ മാതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗബാധിതയായ അവന് രോഗബാധ വന്നാൽ രോഗബാധിത എന്നാണോ പറയേണ്ടുന്നത്? രോഗബാധിതനേ ആകത്തുള്ളൂ അല്ലേ. അപ്പോൾ അവനാണ് രോഗമെങ്കിൽ നാം എന്ത് പ്രയോഗിച്ചേനെ? രോഗബാധിതനായ അവൻ്റെ എന്ന് പ്രയോഗിച്ചേനെ. അപ്പോൾ തന്നെ അവിടെ ആ സെന്റൻസിൽ എന്തോ തെറ്റുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ. എന്താണ്? ലിംഗപരമായ ഒരു തെറ്റാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്താണ്? അവൻ്റെ എന്നുള്ളതിന് മുൻപിൽ രോഗബാധിതനായ എന്നേ പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. രോഗബാധിതയായ എന്ന് പ്രയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്താ നോക്കൂ, അടുത്ത് നോക്കൂ. അവന്റെ മാതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ആർക്കാണ് രോഗം? അവന്റെ മാതാവിനാണ് രോഗം. അപ്പോൾ ഇത് നാം ശരിയായിട്ട് എങ്ങനെ പ്രയോഗിക്കണമായിരുന്നു? അവന്റെ രോഗബാധിതയായ മാതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അവന്റെ എന്നുള്ളത് ഈ സെന്റൻസിന്റെ മുന്നിലായിരുന്നു വന്നിരുന്നതെങ്കിൽ എന്തായേനെ? ഈ വാക്യം ശരിയായേനെ.
അല്ലെങ്കിൽ രോഗബാധിതയായ മാതാവിനെ അവൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് പ്രയോഗിക്കണമായിരുന്നു. അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസിനെ നമുക്ക് ചെറിയ ക്രമമാറ്റങ്ങളിലൂടെ എങ്ങനെ ശരിയാക്കി എടുക്കാം എന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു വാക്യത്തിന്റെ ഘടനയിൽ ചില തെറ്റുകളുണ്ട്. എന്താണ് തെറ്റ്? രോഗബാധിതയായ അവന്റെ മാതാവിനെ, ഇവിടെ ആർക്കാ രോഗം എന്നാ നമ്മൾ കരുതുക? വായിക്കുമ്പോൾ അവനാണ് രോഗം എന്നുള്ള ധ്വനി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രോഗബാധിതയായ അവന്റെ എന്നുള്ള പ്രയോഗം തീർത്തും തെറ്റാണ്. അവനായിരുന്നു രോഗമെങ്കിൽ രോഗബാധിതനായ എന്ന് പ്രയോഗിക്കണമായിരുന്നു. അപ്പോൾ അവിടെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ രോഗബാധിതനായ എന്നുള്ളതല്ല, അവനല്ല രോഗം. കാരണം എന്താ? മാതാവിനെയാണ് ആശുപത്രി പ്രവേശിപ്പിച്ചത്. അപ്പോൾ അവനല്ല രോഗം, മാതാവിനാണ് രോഗം. അപ്പോൾ നമ്മൾ ഈ സെന്റൻസിനെ എങ്ങനെയാണ് തിരുത്തുക? ഈ അവന്റെ എന്നുള്ള ഈ വാക്കിനെ നമ്മൾ എവിടേക്ക് മാറ്റും? ഈ വാക്യത്തിന്റെ ഏറ്റവും മുന്നിലേക്കായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കും. അപ്പോൾ എന്തായി? ആ സെന്റൻസ് ഇനി ഒന്ന് വായിച്ചു നോക്കൂ. അവന്റെ രോഗബാധിതയായ മാതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പൊ ശരിയായില്ലേ? എന്താണ്? അവന്റെ രോഗബാധിതയായ മാതാവ്. ഓക്കെ, അവന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് എവിടെ പ്രവേശിപ്പിച്ചു? ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ ചെറിയ ഒരു ക്രമമാറ്റത്തിലൂടെ കർത്താവ്, ക്രിയാകർമ്മം എന്നിങ്ങനെയുള്ള ഓർഡറിൽ വന്നുപോയ ഒരു തെറ്റിനെ ചെറിയ ഒരു ക്രമമാറ്റത്തിലൂടെ നാം ശരിയാക്കിയെടുത്തു. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. എന്താണ് പ്രക്രമഭംഗം എന്ന് പറഞ്ഞാൽ? വാക്യത്തിലെ സ്വാഭാവിക പദക്രമമായ കർത്താവ്, കർമ്മം, ക്രിയ എന്നത് തെറ്റിക്കുന്നതാണ് പ്രക്രമഭംഗം എന്ന് പറയുക. ഇവിടെ ഒരു ഉദാഹരണം തന്നു. രോഗബാധിതയായ അവന്റെ മാതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടുത്തെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. രോഗബാധിതയായ അവന്റെ എന്നുള്ളത് വായിക്കുമ്പോൾ തന്നെ അവനാണ് രോഗമെങ്കിൽ ബാധിതൻ എന്നാണ് പ്രയോഗിക്കേണ്ടതെന്ന് നാം തിരിച്ചറിയും. അപ്പോൾ ആർക്കാണ് രോഗമെന്ന് നാം കണ്ടുപിടിച്ചു? മാതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ മാതാവിനാണ് രോഗമെങ്കിൽ രോഗബാധിതയായ മാതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് നാം അവന്റെ എന്നുള്ള ആ വാക്കിനെ എടുത്തു മാറ്റി സെന്റൻസിന്റെ ഏറ്റവും മുന്നിലേക്കായിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ആ ക്രമഭംഗം മാറിക്കിട്ടി അല്ലേ? അവന്റെ രോഗബാധിതയായ മാതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാക്കിയപ്പോൾ ആ സെന്റൻസ് പെർഫെക്റ്റ് ആയി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെ നമ്മൾ ഒരു തെറ്റ് കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇനി അത് മറക്കില്ലല്ലോ. അടുത്തതിലേക്ക് പോകാം. നോക്കൂ, എന്താണ് പദദോഷം എന്നുള്ളത് നോക്കാം. എന്താ പദദോഷം? അക്ഷരത്തെറ്റുള്ളതോ അർത്ഥയുക്തമല്ലാത്തതോ, അർത്ഥയുക്തമല്ലാത്തതോ ആയിട്ടുള്ള പദം പ്രയോഗിക്കുന്നതിനെയാണ് പദദോഷം എന്ന് പറയുക. അക്ഷരത്തെറ്റുള്ളതോ അർത്ഥയുക്തമല്ലാത്തതോ, അതായത് അർത്ഥമില്ലാത്തതോ ആയിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥത്തിന് ചേരുന്നതല്ലാത്തതായിട്ടുള്ള പദം പ്രയോഗിക്കുന്നതാണ് പദദോഷം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. നോക്കൂ, ചിലരൊക്കെ പറയാറുണ്ട് എനിക്ക് വിമ്മിഷ്ടമുണ്ട്. എന്താണ്? എനിക്ക് വിമ്മിഷ്ടമുണ്ട് എന്ന് പറയാറുണ്ട്. ശരിക്കും അങ്ങനെയാണോ അത് പ്രയോഗിക്കാനുള്ളത്? ഇവിടെ വിമ്മിഷ്ടം എന്നൊരു പദം മലയാളത്തിലുണ്ടോ? ഇല്ല. ചിലരൊക്കെ എന്താണ് ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിമ്മിഷ്ടം എന്ന് പ്രയോഗിക്കുക. ശരിക്കും ആ വാക്ക് എന്താണ്? വിമ്മിട്ടമുണ്ട്. പലപ്പോഴും നാം ഈ വിമ്മിട്ടം എന്നുള്ള പദത്തെ എന്താണ് ഗ്രാമ്യ പദമായിട്ടും മറ്റേ വിമ്മിഷ്ടം എന്നുള്ളതിനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പദമായിട്ടുമാണ് ധരിച്ചു വെച്ചിരിക്കുക. അത് തെറ്റാണ്. എന്താണ് ഇവിടുത്തെ ശരിയായ പദം? ഏതാണ്? വിമ്മിട്ടം എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായ പദം. അക്ഷരത്തെറ്റുള്ളതോ അർത്ഥയുക്തമല്ലാത്തതോ ആയിട്ടുള്ള പദം പ്രയോഗിക്കുന്നതാണ് പദദോഷം. എനിക്ക് വിമ്മിട്ടമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ശരിയായ പ്രയോഗം. എനിക്ക് വിമ്മിഷ്ടമുണ്ട് എന്ന് പ്രയോഗിച്ചാൽ അത് തെറ്റാണ്. അതുപോലെ എന്താണ് അദ്ദേഹത്തെ അവാർഡിന് വേണ്ടി ശുപാർശ ചെയ്തു എന്ന് പ്രയോഗിക്കാറുണ്ട് കേട്ടോ. അത് നോക്കിക്കോ, അത് വേണമെങ്കിൽ നിങ്ങൾ എഴുതി തന്നെ വെച്ചോളൂ. അദ്ദേഹം എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തു. നമ്മൾ എന്താ ഇതിന്ന് അർത്ഥമാക്കുന്നത്? ആരോ ഒരാൾ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു എന്നാണ് നാം മനസ്സിലാക്കുക. ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇതില്? ഇല്ല. വ്യാകരണപരമായിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തു, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ശുപാർശ ചെയ്തു, എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഈ സിനിമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥം അവാർഡിനു വേണ്ടി ശുപാർശ ചെയ്തു, ശുപാർശ ചെയ്യപ്പെട്ടു, എന്തെങ്കിലും തെറ്റുണ്ടോ നമ്മൾ നോക്കുമ്പോൾ? ഇല്ല. പക്ഷെ ഇവിടെ ഒരു തെറ്റുണ്ട്. എന്താണ്?
അത് നമ്മൾ ഈ പദശുദ്ധി എന്നുള്ള ഭാഗം കൂടി പഠിച്ചു കഴിയുമ്പോഴേ ഇത്തരത്തിലുള്ള തെറ്റുകൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വാക്യശുദ്ധി പഠിച്ചു കഴിഞ്ഞ് നാം അടുത്തതായിട്ട് പദശുദ്ധി പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പദശുദ്ധിയൂടെ പഠിച്ചു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കൂ, അദ്ദേഹം എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തു എന്നുള്ളതിലെ തെറ്റെന്താണ്? ശുപാർശ എന്നുള്ള വാക്ക് തെറ്റാണ്. എന്താണ് ശരി? ശിപാർശ. ശിപാർശ എന്നുള്ളതാണ് ശരിയായ വാക്ക്. അദ്ദേഹത്തിന് ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് എനിക്ക് വേണ്ടി ശിപാർശയെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അക്ഷരത്തെറ്റുള്ളതോ അർത്ഥയുക്തമല്ലാത്തതോ ആയിട്ടുള്ള പദം പ്രയോഗിക്കുന്നതിനെ നാം പദദോഷം എന്നാണ് വിളിക്കുക. 2 ഉദാഹരണങ്ങൾ നാം പറഞ്ഞു. എനിക്ക് വിമ്മിഷ്ടമുണ്ട് എന്നുള്ള പദപ്രയോഗം തെറ്റാണ്. എനിക്ക് വിമ്മിട്ടമുണ്ട് എന്നാണ് പ്രയോഗിക്കാനുള്ളത്. അതുപോലെ അദ്ദേഹം എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തു എന്ന സെന്റൻസിലുള്ള തെറ്റെന്താന്ന് പറഞ്ഞു? ശുപാർശ എന്നുള്ള പ്രയോഗം തെറ്റാണ്. ശിപാർശ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. അത് നമ്മൾ പദശുദ്ധി പഠിക്കുമ്പോൾ അങ്ങനെ ഒത്തിരി വാക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൂടെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം വളരെ ഈസി ആയിട്ട് ഇത്തരം പദങ്ങളിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാനും ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും ഒക്കെ സാധിക്കും. ഓക്കെ, ആത്മവിശ്വാസത്തോടെ ഇരിക്കും. അപ്പോൾ നോക്കൂ, അദ്ദേഹം എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തു എന്നുള്ള പ്രയോഗം തെറ്റ്. ശിപാർശ ചെയ്തു എന്നുള്ള പ്രയോഗമാണ് ശരി. വ്യക്തമാണല്ലോ. ഇനിയും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, എന്താണ്? ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശരിക്കും ഹാർദവമായി എന്നുള്ള പ്രയോഗം തെറ്റാണ്. പിന്നെയോ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ ചിലരെ എഴുതി കാണാറുണ്ട്. ഇത് തെറ്റാണ്. എന്താണ് ശരിയായിട്ടുള്ളത്? ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നുള്ള പ്രയോഗമാണ് ഇവിടെ ശരി. ഓക്കെ, അതൊക്കെ നമുക്ക് പദശുദ്ധി പഠിക്കുമ്പോൾ പഠിച്ചു പോകാം. ശരി, അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് കടക്കട്ടെ. നോക്കൂ, ഇനി വന്ന് പോകാവുന്ന ഒരു തെറ്റ് നോക്കാം നമുക്ക്. പൗനരുക്ത്യം. എന്താണ് പൗനരുക്ത്യം? പൗനരുക്ത്യം എന്നാൽ വീണ്ടും പറയുക എന്നാണ് അർത്ഥം. ഈ ഉക്തി എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ് കേട്ടോ അർത്ഥം. പൗനരുക്ത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും പറയുക എന്നാണ് അർത്ഥം. ഒരേ അർത്ഥമുള്ള പദം ആവർത്തിക്കേണ്ടതിനെയാണ്, ആവർത്തിച്ചു വരുന്നതിനെയാണ്, ആവർത്തിക്കേണ്ടതെന്നല്ല ആവർത്തിക്കുന്നത് എന്നാണ് കേട്ടോ. ഒരേ അർത്ഥമുള്ള പദം ആവർത്തിക്കുന്നതിനെയാണ് ശബ്ദ പൗനരുക്ത്യം എന്ന് പറയുക. ഒരേ അർത്ഥമുള്ള പദം എന്താണ്? ആവർത്തിക്കുന്നതിനെ ശബ്ദ പൗനരുക്ത്യം. ശ്രദ്ധിക്കുക, ഒരേ അർത്ഥമുള്ള പദം ആവർത്തിച്ച് ഒരേ വാക്യത്തിൽ തന്നെ ആവർത്തിച്ചു വരുന്നതിനെ ശബ്ദ പൗനരുക്ത്യം എന്നാണ് പറയുക. നോക്കൂ, ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. അവൻ ആരുമില്ലാത്ത അനാഥനാണ്. ആരുമില്ലാത്തവരെ നാം എന്തെന്നാ വിളിക്കുക? അനാഥൻ എന്നാണ് വിളിക്കുക. ഈ ഒരു ഭാഗം എടുത്താൽ തന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ്? അനാഥൻ, നാഥനില്ലാത്തവൻ എന്നുള്ള അർത്ഥമാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ കൂടെ അനാഥൻ എന്നുകൂടി പ്രയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം നമ്മൾ ചിലപ്പോൾ തമാശയായി പറയാറുണ്ട്, വെടി പൊട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ടോന്ന് കൂടെ വെക്കേണ്ട ആവശ്യമില്ലാന്ന്. അത് തന്നെയാണ് ഇവിടെയും. എന്താണ്? അവൻ ആരുമില്ലാത്തവനാണ് എന്ന് പറയുമ്പോൾ തന്നെ അവൻ അനാഥനാണ് എന്നുള്ള അർത്ഥം അവിടെ വന്നു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ എന്താണ്? അവൻ അനാഥനാണ് എന്നുകൂടി പ്രയോഗിക്കേണ്ടുന്ന ആവശ്യമില്ല. അങ്ങനെ പ്രയോഗിക്കുമ്പോഴാണ് ഒരേ അർത്ഥമുള്ള പദം വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ക്ലിയർ അല്ലേ? പൗനരുക്ത്യം എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുക എന്നാണ് അർത്ഥം. ഒരേ അർത്ഥമുള്ള പദം ആവർത്തിക്കപ്പെടുന്നതിനെയാണ് ശബ്ദ പൗനരുക്ത്യം എന്ന് പറയുക. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. അവൻ ആരുമില്ലാത്ത അനാഥനാണ്. അവൻ ആരുമില്ലാത്തവനാണെന്ന് പറഞ്ഞാൽ അനാഥനാണ് എന്നർത്ഥം. ഈ അനാഥനായവൻ അനാഥനാണ് എന്ന് വീണ്ടും വീണ്ടും പ്രയോഗിക്കേണ്ടുന്ന ആവശ്യം അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നുകിൽ അവൻ ആരുമില്ലാത്തവനാണ് എന്ന് പ്രയോഗിക്കുക, അല്ലെങ്കിൽ അവൻ അനാഥനാണ് എന്ന് മാത്രം പ്രയോഗിക്കുക. രണ്ടും എന്താണ്? ഒരേ അർത്ഥമുള്ള സെന്റൻസുകളാണ്. അല്ലാതെ ഒരേ സെന്റൻസിനകത്ത് തന്നെ ആരുമില്ലാത്തവനെന്നും അനാഥനെന്നും ഒരുമിച്ച് പ്രയോഗിക്കുന്നത് എന്താണ്? ഒരേ അർത്ഥമുള്ള പദം ആവർത്തിക്കുന്നതിന് ഇടയാക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? പറയാതെ അർത്ഥം എടുത്തു പറയുന്നതിനെയാണ് അർത്ഥ പൗനരുക്ത്യം എന്ന് പറയുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരേ അർത്ഥമുള്ള ശബ്ദം അല്ലെങ്കിൽ പദം ആവർത്തിക്കുന്നതിനെയാണ് ശബ്ദ പൗനരുക്ത്യം എന്ന് പറയുക എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? പറയാതെ ലഭിക്കുന്ന ചില അർത്ഥങ്ങളുണ്ട്. അവയെ വീണ്ടും
പദത്തിലൂടെ, പദങ്ങളിലൂടെ, പ്രയോഗങ്ങളിലൂടെ എടുത്തു പറയുന്നതിനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെടിയും വെച്ചിട്ട് ഠോ കൂടെ വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? അർത്ഥപൗനരുക്ത്യം എന്ന് പറയുക. നോക്കൂ, ഇവിടെ ചെടികൾക്ക് എന്നും വെള്ളം നനയ്ക്കണം എന്നാണ് കൊടുത്തിരിക്കുക. നനയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വെള്ളം ഒഴിക്കുക എന്നാണ് അർത്ഥം, അല്ലേ? ചെടികൾക്ക് വെള്ളം നനയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെള്ളം ഒഴിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നോക്കൂ, ചെടികൾക്ക് എന്നും വെള്ളം ഒഴിക്കണം. അപ്പോൾ 2 വെള്ളം വന്നില്ലേ അവിടെ? ഇവിടെ ചെടികൾ എന്നും നനയ്ക്കണം, അല്ലെങ്കിൽ ചെടികൾക്ക് എന്നും നനയ്ക്കണം, അല്ലെങ്കിൽ ചെടികൾ എന്നും നനയ്ക്കണം എന്ന് പ്രയോഗിച്ചാൽ തന്നെ എന്താ അതിൻ്റെ അർത്ഥം എന്താണ്? ചെടികൾക്ക് വെള്ളം ഒഴിക്കണം എന്നാണ് അർത്ഥം. ഇവിടെ നനയ്ക്കണം എന്ന് കൊടുത്തിരിക്കുകയും അതിൻ്റെ കൂടെ ഒരു വെള്ളം കൂടി പ്രയോഗിച്ചിരിക്കുകയും ചെയ്യുന്നു, വെള്ളം എന്ന് കൂടി എടുത്തു പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കണേ. ചെടികൾക്ക് എന്നും വെള്ളം നനയ്ക്കണം എന്നുള്ള പ്രയോഗത്തിലെ തെറ്റെന്താണ്? ചെടികൾ എന്നും നനയ്ക്കണം എന്ന് അവിടെ മതി, അല്ലേ? ഞാൻ അതിൻ്റെ ആൻസർ ഒന്ന് താഴേക്ക് എഴുതാമേ. ചെടികൾ എന്നും നനയ്ക്കണം. ഈ നനയ്ക്കണം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞു? വെള്ളം ഒഴിക്കുക എന്നാണ്. അപ്പോൾ എന്നും വെള്ളം ഒഴിക്കണം എന്ന് തന്നെ ഇവിടെ പ്രയോഗിച്ചിരിക്കെ വീണ്ടും വെള്ളം എന്നെടുത്ത് അവിടെ പറയേണ്ടുന്ന ആവശ്യമുണ്ടോ? ഇല്ല. വെള്ളമാണ് നനയ്ക്കാൻ സാധിക്കുന്നത്, അല്ലെ? വെള്ളമാണ് അവിടെ ഒഴിക്കാൻ സാധിക്കുന്നത്, വെള്ളം കൊണ്ടാണ് നനയ്ക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും വെള്ളം എന്നവിടെ പ്രയോഗിക്കേണ്ടുന്ന ആവശ്യമില്ല. പറയാതെ അർത്ഥം ലഭിക്കുന്ന, അല്ലെങ്കിൽ പറയാതെ ലഭിക്കുന്ന അർത്ഥത്തെ എടുത്തു പറയുന്നതിനെ അർത്ഥപൗനരുക്ത്യം എന്ന് പറയാം. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ വാക്യശുദ്ധി എന്നുള്ള ഭാഗത്തിലെ എന്താണ് വാക്യം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വാക്യങ്ങൾ വരാം, വാക്യങ്ങൾക്കുള്ളിൽ പ്രധാനമായിട്ടും വരുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇപ്പോൾ കൂടുതലായിട്ടും വാക്യശുദ്ധിക്കകത്ത് വന്ന് കാണാറുള്ള തെറ്റുകളെന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് പഠിച്ച പ്രക്രമഭംഗം പോലെയുള്ളവയാണ്. ക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് തെറ്റിക്കുന്ന രീതിയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച അവസാനമായിട്ട് പഠിച്ച എന്താണ്? വീണ്ടും വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് അർത്ഥപൗനരുക്ത്യം വരുത്തുന്ന രീതിയും കാണാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇപ്പം നമ്മളിപ്പോൾ ഏതൊക്കെ രീതിയിലാണ് വാക്യശുദ്ധിക്കുള്ളിൽ തെറ്റുകൾ വരിക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് വെച്ചുകൊണ്ട് വേണം ഇനി നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നിർദ്ധാരണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ അസംഖ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി വരുന്ന അടുത്ത ഓരോ പാർട്ടിലായിട്ട് നമ്മൾ ആ ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസും തന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത് ഓരോന്നും കാണുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ നിങ്ങളും ചെയ്ത് വരാൻ ശ്രമിക്കുക. അതിന് നമ്മളിപ്പോൾ പറഞ്ഞ റൂൾസ്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ തെറ്റുകുറ്റങ്ങളെ അത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളെ മനസ്സിൽ വെക്കുക. നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചിരിക്കുക. 3-4 കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ വാക്യശുദ്ധി എന്നുള്ള ഭാഗത്തിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരുവിധം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ പദശുദ്ധി കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മളിതിൽ എക്സ്പേർട്ട് ആവുകയാണ്. ശരി, അപ്പോൾ അടുത്ത പാർട്ടിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.